ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രജീഷ് ഇൻവെർട്ടർ കെയർ പയ്യന്നൂർ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് ലുമിനസിൻ്റെ 3 kV സോളാർ ഇൻവെർട്ടറിൻ്റെ ഇൻസ്റ്റലേഷനാണ്. സോളാർ സിസ്റ്റം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഇൻവെർട്ടർ കെയർ പയ്യന്നൂരിൻ്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. ഇന്ന് നമ്മൾ ഈ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് ചെറുപുഴയുള്ള ജോസ് മാത്യു സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജോസ് മാത്യു സാറിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. നമ്മളേതായാലും ഇൻവെർട്ടറിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ബോക്സ് ഓപ്പൺ ആക്കും പോലെയല്ല, നല്ല സ്റ്റാൻഡേർഡ് ഹൈ സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ്. നല്ല ഹാർഡ് കാർഡ്ബോർഡ് ബോക്സ് പാക്കിംഗ് ആണ് വരുന്നത്. ഓപ്പൺ ആക്കി നോക്കാം. ഇതാ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ സംഭവം. നല്ല സൂപ്പർ പാക്കിംഗ് ആണ്. ഒരു വിധത്തിലും ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. എനിക്കേതായാലും ഒറ്റയ്ക്ക് ഇത് പൊക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 50 കിലോയിൽ കൂടുതൽ വെയിറ്റ് ഉണ്ട്. നമുക്ക് ഒരാളെയും കൂടെ ഏതായാലും വിളിക്കാം ഇത് പൊക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ബ്രാൻഡ് പുറത്തേക്ക് എടുത്ത് നോക്കുന്നത്. നമ്മൾ 2 ആൾ ആണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. 2 പേർക്കും ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ രാവിലെ വാ 2 ആൾക്കാവില്ല, 3 ആൾ വേണം, വാ. ഓക്കെ, പുറത്തേക്ക് എടുക്കാം നമുക്ക് ഏതായാലും. അപ്പോൾ ഏതായാലും പ്രൊഡക്റ്റ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രൊഡക്റ്റ്, ലുമിനസിൻ്റെ 3.75 kV സോളാർ PCU. നമുക്ക് ശരിക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ കവറൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് ബ്രാൻഡ്. നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു കൈ കൊണ്ട് ഇത് മൂവ് ചെയ്യാം. കാരണം അടിയിൽ നല്ല വീലാണ് വരുന്നത്, 4 വീലാണ് വരുന്നത്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഒരു കൂളായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ബ്രാൻഡ് വരുന്നത്, ലുമിനസിൻ്റെ 3.75 സോളാർ PCU. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത്. നല്ല സ്റ്റൈൽ ആൻഡ് ഫിനിഷിംഗ് ആണ് വരുന്നത് ഫ്രണ്ട് പാനൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ കണക്ഷൻ പോയിൻറ്റിലേക്കൊന്ന് പോയി നോക്കാം. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഭാഗങ്ങളെന്ന് നോക്കാം. ഇതൊക്കെ എൻ്റെ ബ്രേക്കറാണ്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ പോർട്ടാണ് വിത്ത് വൈഫൈ. ബൈപ്പാസ് റോട്ടറി സ്വിച്ചാണ്. ബൈപ്പാസ് റോട്ടറി സ്വിച്ച്, മെയിൻസ്, ഔട്ട്പുട്ട്, അതുപോലെ സോളാർ പാനൽ, ഇതൊക്കെ സർക്യൂട്ട് വഴി കണക്റ്റഡ് ആണ്. ഇത് ബ്രേക്കർ, ഡിഫറെൻറ്റ് ബ്രേക്കർ വരുന്നുണ്ട്. നമുക്ക് വൈഫൈ വഴി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കമ്മ്യൂണിക്കേഷൻ പോർട്ടൽ. ഇതിൻ്റെ ഫുൾ മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, പാനൽ, അതുപോലെ MRP ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ബാക്കിൽ സ്റ്റിക്കറിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പാനൽ വരുന്നത്. ലൂമിനസ് 3.75 kVA PCUയിൽ ഈ കാണുന്ന ലുമിനസിൻ്റെ തന്നെ 380 വാട്ടിൻ്റെ മോണോ പെർക്ക് 4 പാനലാണ് നമ്മൾ ഈ സൈറ്റിൽ കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ പിറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലുമിനസിൻ്റെ തന്നെ പാനലാണ് വരുന്നത്. നമുക്ക് കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം മാക്സിമം 8 പാനൽ വരെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളിപ്പം 4 പാനലാണ് എടുത്തിട്ടുള്ളത്. അത് ഓൾറെഡി നല്ല വെൽ പാക്കഡ് പാനലാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പാക്കിൽ നിന്ന് പൊളിച്ച് വെച്ച 4 പാനലാണ്. 1 2 3 4 പാനലാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല പാക്കഡ് പാനലാണ്. അപ്പോൾ ഏതായാലും ഇത് ഇവിടെ തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ടീം അംഗങ്ങൾ മുകളിൽ സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏതായാലും ഒന്ന് കണ്ടു നോക്കാം.
അപ്പം ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടെയുള്ളവർ തന്നെയാണിത്. ഏകദേശം അവരുടെ വർക്ക് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള വർക്കിലേക്കൊന്ന് പോയി നോക്കാം. അതല്ല നല്ലത്. അപ്പം നമ്മളേതായാലും സ്ട്രക്ചറിൽ പാനൽ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്ട്രക്ചറിൽ നമ്മൾ നേരത്തെ കണ്ട 4 പാനൽ ഫിറ്റാക്കി വെച്ചത്. പക്ഷെ നമുക്ക് ആ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളവർ ആ മഴയത്ത് തന്നെയാണ് ഈ പാനൽ ഫിറ്റാക്കിയത്. നമുക്ക് വീഡിയോ മഴയത്ത് എടുക്കാൻ പറ്റാതെ കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടിയിട്ടില്ല. എന്തായാലും ഫിറ്റാക്കിയ ഭാഗം നിങ്ങളെ നമ്മൾ കാണിക്കാം. ഇതാണ് ആ പാനൽ, സ്റ്റൈലായി ഫിറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഫിറ്റിംഗ് ആണ്, കാണാനും നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ സോളാർ PCUം ബാറ്ററിയും കണക്റ്റാക്കിയിരിക്കുകയാണ്. ഈ PCUവിൻ്റെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് കൊടുക്കുന്നത് 2 വർഷമാണ്. AC DBയും DC DBയും നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ സപ്ലൈയും പാനൽ സപ്ലൈയും നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല പവർഫുൾ ഫാനാണ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും പ്രൊഡക്റ്റ് ഹീറ്റാവില്ല. ഓക്കെ അല്ലേ? ഇതാണ് PCUവിൻ്റെ ഡിസ്പ്ലേ. കസ്റ്റമർക്ക് ഈസിയായി മനസ്സിലാക്കാനാവുന്ന ഡിസ്പ്ലേ ആണിത്. ഡിസ്പ്ലേയിൽ ഇൻവെർട്ടർ ബാറ്ററിയിലാണോ ഗ്രിഡിലാണോ എന്നൊക്കെ ഈസിയായി മനസ്സിലാക്കാം. ബാറ്ററി വർക്ക് ചെയ്യുന്ന ടൈമിൽ ലോഡ് ഓൺ ഇൻവെർട്ടർ എന്നും ഗ്രിഡിൽ ലോഡ് ഓൺ ഗ്രിഡ് എന്നും ഡിസ്പ്ലേ ചെയ്യും. സെയിം ടൈം പാനലിൽ നിന്നും കിട്ടുന്ന പവർ എത്ര എന്നും ബാറ്ററിയിൽ എത്ര ടൈം ബാക്കപ്പ് കിട്ടും എന്നും ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. ഡിസ്പ്ലേയിലുള്ള ഫുൾ ഫങ്ഷനും വൈഫൈയുടെ സഹായത്തോടു കൂടി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ കണക്ട് ചെയ്ത ലൂമിനസിൻ്റെ 120Ah ബാറ്ററി. ഈ 120Ah 4 ബാറ്ററിയാണ് നമ്മൾ ഇതുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് കമ്പനി 5 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ഈ 4 ഓരോ ബാറ്ററിക്കും കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ ബാറ്ററിയിൽ നമുക്ക് വാട്ടർ ടോപ്പപ്പ് വ്യക്തമായി കാണാൻ വേണ്ടി പറ്റും. ഈ നോബിലെ കൂടെ ഇതിൻ്റെ ഈ റെഡ് കളർ താവുന്നതനുസരിച്ചാണ് നമ്മൾ ബാറ്ററിയിൽ വെള്ളം ഫില്ല് ചെയ്യേണ്ടത്. അത് നമുക്ക് വ്യക്തമായി ഇതിൽ കൂടെ തന്നെ കാണാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ബാറ്ററീൻ്റെ വെള്ളം തീരുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ സമയാസമയങ്ങളിൽ കറക്റ്റ് വെള്ളം ടോപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫുൾ എല്ലാം കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എങ്ങനെയാണ് വയറിങ്ങൊക്കെ പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നൊന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളെ ഒന്നുകൂടെ കാണിക്കുകയും ചെയ്യാം എങ്ങനെയാണ് പാനൽ ഫിറ്റാക്കിയിരിക്കുന്നത് എന്നൊക്കെ. ഇതാ ഇവിടുന്ന് കാണാം നമ്മൾക്ക്. ഇതാണ് നമ്മൾ ഫിറ്റാക്കിയ പാനൽ. വയറ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വയർ അവിടെ നിന്ന് പാനലിൽ നിന്ന് ബാറ്ററിയിലേക്ക് വയർ കൊണ്ടുപോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഫിറ്റാക്കിയിരിക്കുകയാണ്. ഭാവിയിലൊരു കംപ്ലൈൻറ്റും വരാൻ ചാൻസ് ഇല്ല അതിനൊക്കെ. നമ്മൾ സ്ട്രക്ചർ നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല വൃത്തി തന്നെ വെച്ചിട്ടുണ്ടെല്ലാം. ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്കില്ല വ്യൂ നമുക്കൊന്ന് കാണാം. നമ്മൾ പാനലൊക്കെ നല്ല ടൈയൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ തന്നെ വയറിങ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റും നിങ്ങൾക്ക്. കൈ കൊണ്ട് കെട്ടി വെച്ചത് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് വയറിങ് കണക്ഷൻ പോകുന്ന ഏരിയ. അവിടെ നിന്നാണ് വയറിങ് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ അടിയിൽ നിന്നുള്ള വ്യൂ. ഇതാണ് ടോപ്പ് വ്യൂ. ഇതാണ് ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ. ഇതാണ് നമ്മുടെ ഈ സൈറ്റിൽ കസ്റ്റമർ 3.75
PCU ചൂസ് ചെയ്യാൻ പ്രധാന കാരണം അവിടെ 1 HP മോട്ടോർ പിന്നെ ഒരു ഫ്രിഡ്ജും യൂസ് ആക്കുന്നുണ്ട്. ആ ആവശ്യം കൊണ്ടാണ്. പിന്നെ ഡേ ടൈമും നൈറ്റ് ടൈമും ഇലക്ട്രിസിറ്റി യൂസേജ് ഇവിടെ വളരെ കുറവുമാണ്. അതുകൊണ്ടാണ് ബാറ്ററി 120 AHൻ്റെ 4 എണ്ണവും 350 വാട്ടിൻ്റെ 4 പാനലും ചൂസാക്കിയിട്ടുള്ളത്. കസ്റ്റമറുടെ യൂസേജ് കൂടുതലാണെങ്കിൽ മിനിമം 8 പാനലും 150 AHൻ്റെ 4 ബാറ്ററിയും നമുക്ക് വേണ്ടി വരും. ലുമിനസിൻ്റെ അവൈലബിളായ മറ്റ് മോഡലുകൾ 1.25 kVA, 2.5 kVA, 7.5 kVA. കൂടാതെ ഇടത്തരം വീടുകളിലേക്ക് പറ്റിയ ഹൈബ്രിഡ് ഇൻവെർട്ടർ മോഡലുകൾ NST 1100, NST 1400, NST 1600 എന്ന മോഡലുകളും ലഭ്യമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഭംഗിയായി ഇൻസ്റ്റലേഷൻ തീർത്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചത്ര ഭംഗിയായി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചത്ര ഭംഗിയായി നമുക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പം അടുത്ത ഇൻസ്റ്റലേഷൻ വർക്കിൽ ഇതിലും ഭംഗിയുള്ള നല്ല വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യുന്ന സെയിം ടൈം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.